ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ 20 റൺ വേണം. അപ്പോൾ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട്, ധോനി ഭായ് സ്ട്രൈക്കിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. 20 റൺ എന്നൊക്കെ പറഞ്ഞാൽ ജയിക്കാം, നമ്മളെ ജയിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ ബാറ്റ് ചെയ്യുന്ന ആള് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോനി ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പുറത്തെ സൈഡ് ആവാന്നുള്ളൊരു ചിന്തയും വരും. അപ്പൊ ഞാൻ ഓരോ ബോളും ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ സന്ദീപ് ശർമ്മ എന്റെ ടീമിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ബോൾ എറിയുന്ന ആളാണ്. അവൻ എറിഞ്ഞോളും പറഞ്ഞ ഫസ്റ്റ് ബോൾ വൈഡ്, പ്രഷറിലാണെന്ന് തോന്നുന്നു ചെറുക്കൻ. നമുക്ക് ഇതൊക്കെ തോന്നും. അപ്പൊ ഈ തോന്നലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ബോളറിന്റെ അടുത്ത് പോയി പറയാൻ എളുപ്പമാണ്. എടാ അങ്ങനെ എന്തിനാ എറിയ, നീ ഇങ്ങനെ എറി, നീ ഓക്കെ ആണല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ അവൻ ഇല്ലാത്ത ഓക്കെ ഇല്ലാതെ വരും. ഇങ്ങനെ പ്രഷറിൽ നിക്കണ ചെറുക്കന്റെ അടുത്ത് പോയിട്ട് നീ ഓക്കെ ആണോ, നീ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അവൻ ഇല്ലാതെ തീർന്നു പോകും. ഇത് കാരണം ഇത് ഇവിടെ ഞാൻ എത്തിയത് കുറെ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുള്ളോണ്ടാണ്. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴേ അവൻ അപ്പൊ തന്നെ തീർന്നു പോകും. അപ്പൊ ഞാൻ ഫസ്റ്റ് വൈഡ് കണ്ട് പ്രഷർ കാണും, ഓട്ടോമാറ്റിക് ആയിട്ട് ധോനി ബാറ്റ് ചെയ്യില്ലേ. രണ്ടാമത്തെ ബോൾ എറിഞ്ഞ് 6 പോയി. ഓക്കെ, മൂന്നാമത്തെ ബോൾ എറിഞ്ഞ് അതും 6 പോയി. എന്റെ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല, ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കണം. ഞാൻ അവന്റെ അടുത്ത് പോയി, ഞാൻ ഓടിപ്പോയി. അപ്പൊ അതൊക്കെ നമ്മളെ ഓടി പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ബ്രോന്റെ അടുത്ത് ഓടി ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഓടി വരുമ്പോ തന്നെ മനസ്സിലാവും ക്യാപ്റ്റൻ ഒരു ഞാൻ എന്തോ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ നൈസായിട്ടൊക്കെ പതുക്കെയൊക്കെ അങ്ങനെ ഓടിപ്പോയി ചിരിച്ചിട്ടൊക്കെ സന്ദീപ് എന്തുണ്ട് അപ്പൊ അവൻ എന്തുണ്ട് അല്ല ക്യാപ്റ്റൻ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി ചോദ്യമാണോ എന്തുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ആൾക്കാര് ആ മാച്ച് ബോൾ എറിഞ്ഞു അതാ മാറിപ്പോണ്ട്. അപ്പൊ എറിയണതിന് മുമ്പ് ഞാൻ ചോദിച്ചു, സന്ദീപ് എന്താ നിനക്ക് തോന്നണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നണം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ യോർക്കറാണ് എറിഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ വൈഡ് യോർക്കർ എറിയാം, അല്ലെങ്കിൽ ബൗൺസർ എറിയാം. ഈ ഓപ്ഷൻസ് ആണ് ഈ ഫീൽഡിനനുസരിച്ച് ധോനി ഭായിക്ക് ഉള്ളത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിനക്ക് എന്ത് മനസ്സിൽ ഉറപ്പുണ്ടോ ആ ബോൾ അങ്ങ് കട്ടക്ക് എറിഞ്ഞോന്ന് പറഞ്ഞു. ഇത് മലയാളത്തിലല്ല, ഹിന്ദിയിൽ കട്ടക്ക് വിടാലോ. ഇത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായി, കാര്യം ഹിന്ദി പറഞ്ഞ എനിക്ക് മനസ്സിലാവാതെ. അപ്പൊ ഞാൻ ഹിന്ദിയില് കാച്ചി, ഞാൻ പറഞ്ഞു നീ എറിയടാ, ദേखेंगे തുടാൽ, നിനക്ക് എന്ത് തോന്നുന്നു ഞാൻ കട്ടക്ക് എറിഞ്ഞോ, നിന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ യോർക്കർ തന്നെ എറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി നീ എറിയെന്ന് പറഞ്ഞു. ചെറുക്കൻ കട്ടക്ക് വന്നിട്ട് ബാക്കി 3 ബോളും ഉഗ്രന്റെ യോർക്കർ എറിഞ്ഞ് കളി ജയിച്ചു. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ, എന്ത് മന്ത്രമാണ് പോയി പറഞ്ഞു കൊടുത്തത്, എന്തോ കിടിലൻ സാധനം പറഞ്ഞു കൊടുത്തേട്ടാ, എന്താ എല്ലാവരും മാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും സഞ്ജു എന്താ പറഞ്ഞു, സഞ്ജു നീ എന്താ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് എന്താണ് സുഖമാണോ ചോദിച്ചത്. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല, ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കണം. ഞാൻ അവന്റെ അടുത്ത് പോയി, ഞാൻ ഓടിപ്പോയി. പതുക്കെ നമ്മളെ ഓടി പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ബ്രോന്റെ അടുത്ത് ഓടി ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഓടി വരുമ്പോ തന്നെ മനസ്സിലാവും ക്യാപ്റ്റൻ ഒരു ഞാൻ എന്തോ